ഹലോ. ഇതൊരു ഇതൊരു ഹോട്ടൽ മാനേജ് ചെയ്യാനുള്ള ഒരു ടൂളാണിത്. അതായത് നമ്മുടെ ഹോട്ടലിൽ നമുക്ക് നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് നോക്കുക, ബുക്കിങ്സ് എടുക്കുക, അതായത് ഫ്യൂച്ചറിൽ തന്നെ ബുക്കിങ്സ്, നാളെ മറ്റന്നാളൊക്കെ ചിലപ്പോൾ ആൾക്കാർ ബുക്ക് ചെയ്യുമല്ലോ, അങ്ങനത്തെ ബുക്കിങ്സ് എടുക്കുക. പിന്നെ നമ്മുടെ എക്സ്പെൻസ് എത്ര ഉണ്ടെന്ന് നോക്കുക, നമ്മുടെ ഇൻകം എത്ര ഉണ്ടെന്ന് നോക്കുക. പല സ്ഥലങ്ങളിൽ ചിലപ്പം ഇതൊക്കെ ഒരു ലെഡ്ജറിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. അപ്പോൾ നമ്മളത് കുറച്ചും കൂടി ഒരു ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പിടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലേ? അപ്പം ഇത് അങ്ങനത്തെ ഒരു ചെറിയൊരു ടൂളാണ് ഈ കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് പേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ എൻ്റയർ റൂമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വരും. എത്ര റൂമുണ്ട്, ആ റൂം എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. പിന്നെ ഓരോ റൂമിൻ്റെ സ്റ്റാറ്റസ്, അവിടെ ചെക്ക്ഡ് ഇൻ ആണോ, ചെക്ക് ഔട്ട് അവർ ആയിട്ടുണ്ടോ, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ വരും. നമ്മളിവിടെ കുറച്ച് കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ഇൻ ആണ്, അതായത് ആൾ ചെക്ക്ഡ് ഇൻ ആയിട്ട് കിടക്കുകയാണ്, വെരി ഹെൽത്തി, ആ ബുക്കിങ്ങിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കണ്ടല്ലോ, ഇത് റെഡ് ആയിട്ടുണ്ട്. അതായത് ഈ പുള്ളി ഇപ്പം നവംബർ 17 10 മണിക്ക് ചെക്കൗട്ട് ആവേണ്ട ആളായിരുന്നു. അപ്പോൾ നവംബർ 17 10 മണി ഓൾറെഡി കഴിഞ്ഞല്ലോ, പുള്ളി ഇപ്പോഴും ചെക്കൗട്ട് ആയിട്ടില്ല. അപ്പം എന്താ പറയുക, അതൊരു പ്രോബ്ലം ആണല്ലോ. അപ്പം നമ്മളതൊരു പ്രോബ്ലം കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു റെഡ് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ കുറച്ച് കളർ കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ട്, ഇനിയിപ്പോൾ വേറൊരു കളർ കോഡ് ഉണ്ട്. ഇപ്പോൾ അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കാം ഈ ആൾ നവംബർ 17 ചെക്കൗട്ട് ആണെന്ന് വിചാരിക്കാം, ഒരു 1 മണിക്ക്. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ടില്ല, ഈ ആളൊരു ഓറഞ്ച് കളറിലായി. അതായത് ഈ ആൾ ചെക്കൗട്ട് ആവാറായിട്ടുണ്ട്, പക്ഷേ ചെക്കൗട്ട് ആവാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ പുള്ളിനെ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാം, ഓക്കെ ചെക്കൗട്ട് ആവാനായിട്ടുണ്ട്, ചെക്കൗട്ട് ആവുന്നുണ്ടോ ഇല്ലയോ, നമുക്കൊരു പ്രിപ്പയർ ചെയ്യാമല്ലോ, അല്ലേ? മറ്റേത് ചിലപ്പം പുള്ളി ചിലപ്പോൾ ഒന്നും പറയില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാനുള്ള ചെറിയ ചെറിയ കളർ കോഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ടേബിളിനകത്ത് ചില സമയത്ത് നമുക്ക് ആവശ്യമുള്ള കോളംസ് ഉണ്ടാകും, ആവശ്യമില്ലാത്ത കോളം. നമുക്ക് അങ്ങനത്തെ കുറച്ച് കോളംസ് വേണമെങ്കിൽ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം വേണമെങ്കിൽ കുറച്ച് കോളംസ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കാണുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ചിലപ്പം ചില സ്ഥലത്ത് ചെറിയ സ്ക്രീൻ ആയിരിക്കാം. അപ്പം അങ്ങനത്തെ ചെറിയൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ഒരു പ്രിൻറ്റ് ഡെയിലി ഷീറ്റ് എന്നൊരു സംഭവമുണ്ട്. അതായത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു എക്സാക്റ്റ് സ്നാപ്ഷോട്ട് കിട്ടുകയും ചെയ്യും. അതായത് എത്ര റൂമിൽ ആളുണ്ട്, എന്തൊക്കെ ചെക്കിനാണോ, എപ്പോഴൊക്കെയാണ് ചെക്ക് ഔട്ട്, ആ കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ എത്ര എമൗണ്ട് വന്നു, പിന്നെ എത്ര എക്സ്പെൻസ് പോയി, അതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടുകയും ചെയ്യും. പ്രിൻറ്റ് ഡെയിലി ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് എക്സ്പെൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഒക്കെ വന്നു, ഒരു ക്ലീനിങ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ്സും പറയാൻ വേണ്ടി പറ്റും. ഇന്നത്തെ പേയ്മെൻറ്റ് എത്രയൊക്കെയാണ് വന്നേക്കണത്, ഏതൊക്കെ റൂമിൽ നിന്നാണ് വന്നേക്കണത്, ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് പോയേക്കണത്, അതൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലൊരു കേസ് വരുന്നത്. ഇനി നമ്മളിത് എങ്ങനെ ബുക്കിംഗ് എടുക്കാൻ നോക്കാം, കാരണം അതാണല്ലോ പല സ്ഥലങ്ങളും കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പം ഇവിടെ ബുക്കിംഗ് എടുക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ബുക്കിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് ബുക്കിംഗ് എടുക്കാനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ ബുക്കിംഗ് പേജിനകത്തോട്ട് പോവാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ട് പേജിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഏതൊക്കെ റൂമിലാണ് ആളില്ലാത്തത് എന്നുള്ളത്. നമുക്ക് ആ റൂം ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ സെയിം ബുക്കിംഗ് പേജിനകത്തോട്ട് പോകേണ്ടി പറ്റും. രണ്ടും പോസിബിളാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം റൂം നമ്പർ 11 ക്ലിക്ക് ചെയ്തത്, അപ്പം ഓട്ടോമാറ്റിക്കലി റൂം നമ്പർ 11 സെലക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ചെക്ക് ഇൻ ടൈം എന്തായിരിക്കും കറൻ്റ്, അതായത് ഇപ്പം ഒരാൾ വന്നു, നമ്മളാൾക്ക് റൂം അലോക്കേറ്റ് ചെയ്യുന്നു, ആ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ കറണ്ട് ടൈം എന്താണോ ആ ടൈം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒരു 24 hours ഇട്ടിട്ട് അടുത്തൊരു ടൈം വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പം അതല്ല, അതിന് മുമ്പേ ചെക്കൗട്ട് ആവേണ്ട ആളാണ്, അല്ലെങ്കിൽ നാളെ ഒരു 9 മണിക്ക് ചെക്കൗട്ട് ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ടൈം ഇവിടെ മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ റൂമിൻ്റെ റെൻ്റ് കാര്യങ്ങൾ അതെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്കിവിടെ ഗസ്റ്റിൻ്റെ പേര് ആഡ് ചെയ്യാം. ഓക്കെ, ഗസ്റ്റിൻ്റെ പേര് ആഡ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കും, നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഇവിടെ വന്ന ഗസ്റ്റ് എന്നിരിക്കട്ടെ, അപ്പം ആ ആളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. അങ്ങനത്തെ സമയത്ത് നമ്മൾ ആളുടെ ജസ്റ്റ് ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പോപ്പുലേറ്റ് ആവും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്തേക്കാണ്. അപ്പം ഒരുപാട് ഫയൽസ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, അത് മൈൻഡ് ചെയ്യേണ്ട. ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ 1 2 ഒരു പ്രൊഫൈലൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ.
ഒരാളുടെ. അപ്പം ആ ആളുടെ പ്രൊഫൈൽ എന്ത് ചെയ്യുക, ആളുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക, ആളുടെ പേര്, ഡീറ്റെയിൽസ്, അയാളുടെ ID കാർഡ് എല്ലാം ഇവിടെ അറ്റാച്ച് ചെയ്യും. ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ഇമേജ് പോലെ ആഡ് ചെയ്ത കേട്ടോ. നമ്മൾ ഫോണിലൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഇമേജാണ് ഇങ്ങനെ വരിക. ഓക്കെ, ആളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ID കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇപ്പോൾ ഗസ്റ്റിൻ്റെ പേര് ആഡ് ചെയ്തു, റൂം സെലക്ട് ചെയ്തു, ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈം സെലക്ട് ചെയ്തു. ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളിവിടെ ടോട്ടൽ കോസ്റ്റ് എത്ര എമൗണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്തെങ്കിലും എമൗണ്ട് പുള്ളി ചിലപ്പം വരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും എമൗണ്ടൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ എമൗണ്ട് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ആൾ തരുന്ന റൂമിൻ്റെ ചാർജ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ പോപ്പുലേറ്റ് ആവും. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് എന്താ സേവ് ചെയ്യുക. അപ്പം എമൗണ്ടും ഇവിടെ സേവ് ആയി, ബാലൻസ് 0 ആയി. ഇനി എന്താ, ഈ ബുക്കിംഗ് സേവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ബുക്കിംഗ് നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് സേവ് ആകപ്പെട്ടു. അപ്പം ഇവിടെ ബുക്കിംഗ് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ പോപ്പുലേറ്റ് ആയി വരും. നമ്മളിപ്പോൾ ഏത് റൂം സെലക്ട് ചെയ്തത്, ഓക്കെ, നമ്മളിവിടെ റിഫ്രഷ് അടിക്കുന്ന സമയത്ത് റൂം നമ്പർ 11, ഓക്കെ, റൂം നമ്പർ 11 ചെക്ക് ഇൻ ആയി. ഇത്രയാണ് സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രോസസ്സ് കിടക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു പേജിലിട്ട് പോകുന്ന സമയത്ത് ബുക്കിംഗ്സ് എന്നൊരു പേജുണ്ട് ഇവിടെ. ഈ പേജിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസമുള്ള ഒരു ദിവസം എത്ര റൂമിൽ ഏതൊക്കെ ആൾക്കാർ വന്നു, ആ ഒരു ബുക്കിംഗ് ഒരു ദിവസമുള്ള എല്ലാവരുടെയും കഥ കിട്ടും. ചിലപ്പോൾ ഇവർ 2 ദിവസം മുമ്പ് വന്നവരായിരിക്കാം, പക്ഷെ അവരും ഇന്നിവിടെ ഉണ്ടല്ലോ. അപ്പം ഇന്ന് ഇവിടെ ഉള്ള ആളുകളുടെ മൊത്തത്തിലുള്ളൊരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡേറ്റ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള ഡാറ്റ നമുക്കിവിടെ പോപ്പുലേറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്കിവിടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു പേജ് ഉണ്ട്. ഈ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ പേജിനകത്ത് എൻ്റയർ പേയ്മെൻറ്റ്സ് നമുക്ക് ഓരോ ഡേറ്റ് സെലക്ട് ചെയ്യാം. അതായത് ഇപ്പം 2 ആഴ്ചത്തെ ഡേറ്റ് സെലക്ട് ചെയ്യാം, 1 മാസം ഡേറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് റിഫ്രഷ് അടിക്കുന്ന സമയത്ത് ആ എൻ്റയർ മാസത്തെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ വരും. നമ്മൾ നേരത്തെ ഫ്രണ്ട് പേജിൽ നിന്ന് എക്സ്പെൻസ് ആഡ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സെയിം ആയിട്ട് നമുക്ക് ഇവിടെ നിന്നും എക്സ്പെൻസ് ആഡ് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പേയ്മെൻറ്റ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം പേയ്മെൻറ്റ് എന്തായാലും ഒരു ബുക്കിംഗ് വഴിയായിരിക്കും നമുക്ക് വരിക. അപ്പം ഈ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ബുക്കിങ്ങിനകത്തോട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനിയിപ്പം ഇതാണ് നമ്മൾ ഒരു പുതിയൊരു നമ്മളെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റൂംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം ബ്ലാങ്ക് ആയിരിക്കും. കാരണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മെയിനായിട്ട് ഇവിടെ ആയിരിക്കും വർക്ക് ചെയ്യുക. നമ്മളിവിടെ ഓരോരോ റൂം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ റൂം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ നമ്പർ, ഏത് ഫ്ലോറിലാണ് അത് കിടക്കുന്നത്, പിന്നെ റൂമിൻ്റെ ഒരു പേരുണ്ടാവും. ചിലപ്പോൾ സിംഗിൾ നോൺ AC എന്നായിരിക്കും, ചിലപ്പം എന്താ പറയുക, ചിലപ്പോൾ ഫാൻസി ആയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഇടും. അതായത് സീ വ്യൂ, ഇപ്പം കടലിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീ വ്യൂ സിംഗിൾ റൂം അങ്ങനെയൊക്കെ ഇടാമല്ലോ. അപ്പം അങ്ങനെ എന്താ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പേര് കാര്യങ്ങളൊക്കെ ഇടാം. അതിൻ്റെ സ്റ്റാറ്റസ് അവൈലബിൾ ആണോ, നോട്ട് അവൈലബിൾ എന്ന് വെച്ചാൽ മീൻസ് അണ്ടർ മെയിൻ്റെനൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം നോട്ട് അവൈലബിൾ ആക്കി വെക്കാമല്ലോ നമുക്ക്. ഓക്കെ, അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇവിടെ ആഡ് ചെയ്യുക. പിന്നെ ഇതാണ് ആക്ച്വൽ ടൈപ്പ്, സിംഗിൾ നോൺ AC ഡ്യൂലക്സ് എന്താ സംഭവം എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രൈസ് ഇവിടെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ അതിന് ടാക്സ് വല്ലതുണ്ടെങ്കിൽ ടാക്സ് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം വേണമെങ്കിൽ ഇപ്പോൾ ഒരു 10% ടാക്സ് എന്ന് വെച്ചോളൂ. 10% 80 rupees അല്ലേ. അപ്പം 80 rupees ഈ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും 720. ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം, എല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേറൊരു പരിപാടിയുണ്ട് 800. ഇതിനൊരു 10% ആണെന്നുണ്ടെങ്കിൽ 10 അടിച്ചിട്ട് ഒരു പെർസെൻറ്റേജ് അടിച്ചിട്ട് 100 അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, അതെ, അതായത് 10 ഇവിടെ എന്തൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇവിടെ അല്ല, ആ ഒരു ഓപ്ഷൻ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓപ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഇപ്പം ഇതാണ് സിംഗിൾ നോൺ AC റൂം. നമ്മൾ ആ ചെയ്തത് ജസ്റ്റ് ഒന്ന് സ്കിപ്പായിട്ട് ഇവിടെ വരികയാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ ഒരു 10% ആണ് ഇതിൻ്റെ ഒരു ടാക്സ് എന്ന് വെച്ചു. 10 അടിച്ചിട്ട് നമ്മളൊരു പെർസെൻറ്റേജ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാൽക്കുലേഷനൊക്കെ ഇവൻ തന്നെ ചെയ്തോളൂ. ഓക്കെ, 720 അവിടെ ഇടും, 80 ഇവിടെ ഇടും. ആ പരിപാടികളൊക്കെ പുള്ളിനെ ചെയ്യും. എന്നിട്ടിപ്പോൾ ഒരു 12% ടാക്സ് ആക്കാൻ വെച്ചില്ല. അപ്പോൾ ചിലപ്പോൾ 12% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. 12% എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാൽക്കുലേഷനൊക്കെ മൂപ്പര് ചെയ്ത് തന്നോളൂ. അവിടെ സേവ് ചെയ്യുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളി പിന്നെ അവിടെയുള്ള ഡാറ്റ എടുത്തോളൂ. അതായത് ഇതിപ്പോൾ നമ്മളിപ്പോൾ സിംഗിൾ നോൺ AC ഒന്ന് സ്വിച്ച് ചെയ്യാന്നിരിക്കട്ടെ. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നേരത്തെ 1000 എന്നായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം എന്താ 880 ടാക്സ് അവിടെ ഇട്ടു. അതായത് നമ്മൾ ഇവിടെ ഇട്ട അതേ ഡാറ്റ പിന്നെ പുള്ളി എല്ലാ സ്ഥലത്തും റിപ്ലിക്കേറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കുറേ എളുപ്പവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളിപ്പം നേരത്തെ വാല്യൂ എടുത്ത് നോക്കാൻ കണ്ടില്ലേ, 720 80 പുള്ളി തൊട്ട്. കാരണം പുള്ളി മറ്റേ സ്ഥലത്ത് നമ്മൾ സെറ്റിങ്സിനകത്തുള്ള ഡാറ്റയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റൂമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്
ഈ കാര്യങ്ങൾ ഇപ്പം നമ്മളുടെ പ്രൊഡക്ഷനിൽ എവിടെ യൂസ് ചെയ്യുന്നില്ല, അതായത് AC, വൈഫൈ. പക്ഷെ നമ്മൾ ചിലപ്പോൾ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ വേറെ ഭാവിയിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതായത് അപ്പം അന്നേരം നമ്മൾ ഈ ഓപ്ഷൻസൊക്കെ ചിലപ്പം പബ്ലിക്കിന് വിസിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ കാണിക്കും. ഓക്കെ, ഇന്ന റൂമിൽ ഇന്ന ഫെസിലിറ്റി ഉണ്ട് എന്നൊക്കെ. അപ്പം അതാണ് ഈ റൂമിൻ്റെ മൊത്തമുള്ള കാര്യങ്ങൾ. ഇനി പുതിയ റൂം ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറിയാമല്ലോ, ഇവിടെ ബട്ടൺ ഉണ്ട്, പുതിയ റൂം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ മറ്റൊരു ഓപ്ഷൻ നമുക്കിവിടെ ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് നമുക്കിപ്പം ഇപ്പോൾ പോലീസിൻ്റെ കാര്യങ്ങൾ വന്നിട്ട് ചോദിക്കുന്നത് ഇന്ന റൂമിൽ അല്ല ഇന്നൊരു വ്യക്തി എവിടെയാണ് ജീവിച്ചിരുന്നു, എപ്പോഴും താമസിച്ചിരുന്നു, നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേരിലുള്ള എല്ലാ ആൾക്കാരും കൊണ്ട് വന്നോളൂ. ഇപ്പം നമ്മൾ ഒരു ഈവൻ കറക്റ്റ് പേരാവണമെന്നില്ല, ഒരു ഏകദേശപ്പെട്ട പേരുകളൊക്കെ ഉണ്ടെന്ന് മുമ്പ് പൂക്കും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ANESW ഒക്കെ ഉണ്ട്. അപ്പം പുള്ളി അത് കൊണ്ടുവരും. അപ്പോൾ ഏകദേശം മാച്ചായി കിടക്കുന്ന സംഭവങ്ങളൊക്കെ പുള്ളി സെർച്ച് ചെയ്ത് വരും. അതായത് ഇപ്പം ഉദാഹരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പം ഒരാളുടെ പേര് എന്താ ഇപ്പോൾ ഉദാഹരണം പറയാം, പ്രത്യേകിച്ച് ഉദാഹരണങ്ങൾ ഒരാളുടെ പേര് ചിലപ്പോൾ നമ്മൾ കറക്റ്റ് പേരായിരിക്കുമല്ലോ അടിക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേരടിക്കുക, അപ്പോൾ അനീസ്. ചിലപ്പം ANIS എന്നായിരിക്കും അടിച്ചിട്ടുണ്ടാവുക, ചിലപ്പം ANEZ എന്നായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്തടിച്ചു കഴിഞ്ഞാലും ഏകദേശപ്പെട്ട ഡാറ്റയൊക്കെ മുമ്പ് കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ ANEZ അടിച്ചു കഴിഞ്ഞപ്പം മുമ്പ് വീണ്ടും ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ഇതായിരിക്കുമല്ലോ ഉദ്ദേശിച്ചതെന്നുള്ള രീതിയിൽ നമ്മൾ അത്ര വൃത്തിയിലാണ് നമ്മൾ ആ സെർച്ചൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞ പേജിനകത്ത് നമുക്ക് ഓരോ മാസത്തെ ഡാറ്റ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ ഒരു ഡേറ്റ് കൊടുക്കാം, എന്നിട്ട് ഓക്കെ ഇതിനകത്ത് വേറൊരു ഹിഡൻ പരിപാടികളും കൂടി ഉണ്ട്. ഇപ്പം ഒരു ഡേറ്റ് കൊടുക്കാം. ഇപ്പോൾ 3-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ഡാറ്റ അടിക്കേണ്ടത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 3-ാം തീയതി മുതലുള്ള എൻ്റയർ ഡാറ്റ കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ക്യാഷ് പേയ്മെൻ്റ് ആണ്, ഇതൊക്കെ ഒരു ക്യാഷ് പേയ്മെൻറ്റ്. അതായത് ഈ ബുക്കിങ്ങിൽ വന്നത് എൻ്റയർലി ക്യാഷ് പേയ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെയും ചിലപ്പം ക്യാഷ് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടാകും. പക്ഷേ ചിലപ്പം 1000-ൽ 800 ക്യാഷും 200 ഗൂഗിൾ പേ, അല്ലെങ്കിൽ 200 ക്യാഷും 800 ഗൂഗിൾ പേ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഈ പേയ്മെൻ്റ് എല്ലാം എൻ്റയർലി ക്യാഷ് പേയ്മെൻറ്റ്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതെല്ലാം ആർക്കൈവ് ചെയ്ത് വെക്കാം. നമ്മളിവിടെ ഇപ്പം ഈ ക്യാഷ് പേയ്മെൻറ്റുള്ള എല്ലാ സാധനവും നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അടിയിൽ വന്നു കഴിഞ്ഞാൽ ആർക്കൈവ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ചില സമയത്ത് എന്താ പറയുക, നമുക്ക് ക്യാഷ് വേറെ ആയിട്ടും പിന്നെ ഓൺലൈൻ വേറെ ആയിട്ടും ഒക്കെ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ ക്യൂറി ചെയ്യുന്ന സമയത്ത് മൂപ്പരെ കാണില്ല, മൂപ്പര് പോയി. ഇനി നമ്മളിവിടെ ഷോ ആർക്കൈഡ് അടിച്ചാൽ മാത്രമേ ആൾ വരുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചൊരു നമുക്ക് വൃത്തിയിൽ കാണാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഷോ ഓൾ ക്യാഷ് പേയ്മെൻറ്റ്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ക്യാഷ് പേയ്മെൻറ്റ് മാത്രം കാണും. അപ്പോൾ നമുക്ക് എല്ലാം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരുമിച്ച് വേണമെങ്കിൽ ആർക്കൈവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവന്മാരെല്ലാം കൂടി നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ ഇതിൽ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തോളും. നമ്മൾ വരിക ചെയ്യുന്ന സമയത്ത് അറിയില്ല, എല്ലാവരും പോയി. പിന്നെ ഇതാണ് സെറ്റിങ്സ് പേജ്. ഈ സെറ്റിങ്സ് പേജിലേക്ക് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എത്തുക. കാരണം ഇവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അടിച്ചു കൊടുക്കുക നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് ബുക്കിങ്സ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പം സിംഗിൾ സോൾ നമ്മൾ വരുന്ന, അതായത് നമ്മളിപ്പോൾ ഒരു ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് ടാഗ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ റൂമിൽ എന്ത് തരത്തിൽ ആരാണ് ഉള്ളത്, മലയാളിയാണോ, ഹിന്ദിയാണോ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലാണോ വന്നത്, ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിനടുത്തേക്ക് കാര്യം, ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിനടുത്തായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു മെഡിക്കൽ എമർജൻസി ഉള്ള ആളാണോ എന്നൊക്കെ ഒരു ടാഗ് വെച്ച് കഴിഞ്ഞാൽ എന്തായി നമുക്കൊരു പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടാഗ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേയ്മെൻറ്റ് ടൈപ്പ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ആ ടൈപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്, ചില ആൾക്കാർ A5-ലാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്, ചില ആൾക്കാർ A4-ലാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്. അപ്പം അതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബുക്കിംഗ് സോഴ്സ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് വാക്കിൻ ഫോണും മാത്രമാണ് കിടക്കുന്നത്. പക്ഷേ നമ്മൾ MMT, IBIBO, പിന്നെ ആരാണ് അഗോഡ, ഇവരൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. MMT, IBIBOൻ്റെ അപ്രൂവൽ നമുക്കൊരു 2 ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ അപ്രൂവൽ കിട്ടുന്നതനുസരിച്ചിട്ട് ഈ നിങ്ങളുടെ ഹോട്ടലൊക്കെ MMTയിൽ അല്ലെങ്കിൽ IBIBOയിലൊക്കെ ഇൻ്റഗ്രേറ്റ് ലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ബുക്കിംഗ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെയും അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുണ്ടാക്കുന്നുണ്ട്. അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. പിന്നെ നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെയുള്ള ഡാറ്റ അതേപോലെ തന്നെ നമുക്ക് മൊബൈലിലും കാണാൻ വേണ്ടി പറ്റും.
ID കാർഡ് അറ്റാച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതായത് മൊബൈലിൽ ഫോട്ടോ എടുത്താൽ മതി, ID കാർഡ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ അറ്റാച്ച് ചെയ്യിപ്പിക്കോളും. മറ്റൊന്ന് നമ്മൾ സ്കാൻ ചെയ്തിട്ടൊക്കെ അറ്റാച്ച് ചെയ്യേണ്ട. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഒരു മൊബൈൽ ഡിവൈസ്. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഡാറ്റ കാണാം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ ഹോട്ടലിൽ എത്ര ഓക്യുപ്പൻസി ഉണ്ട് എന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ ഒരു കഥ. ഹലോ, നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഇത്രയാണ് ഇപ്പോൾ ഉള്ളത്. താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ വിളിക്കൂ. ഓക്കെ.